ലോകം മറ്റൊരു ശീതയുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന സംശയം ബലപ്പെടുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് യുഎസിനെ വെട്ടി നേതൃത്വം ഏറ്റെടുക്കാനുള്ള ശ്രമത്തിലാണ് ചൈന. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ ആഗോള സഹകരണത്തിന് ഒരു സംഘടന രൂപീകരിക്കണമെന്ന ആവശ്യം ചൈന ശക്തമാക്കി. സംഘടനയുടെ ആസ്ഥാനം ഷാങ്ഹായിലായിരിക്കണമെന്നും ലോക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മേളനത്തിൽ ചൈന ആവശ്യമുന്നയിച്ചു. സാമ്പത്തിക ശക്തികളായ യുഎസും ചൈനയും തമ്മിലുള്ള കടുത്ത പോരാട്ടത്തിന് AI രംഗം വേദിയാകുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ആഗോള രാഷ്ട്രീയ ആധിപത്യത്തിന് മാത്രമല്ല, സകല മേഖലകളിലും യുഎസും സോവിയറ്റ് യൂണിയനും തമ്മിലുണ്ടായിരുന്ന കിടമത്സരമായിരുന്നു ശീതയുദ്ധം. സോവിയറ്റ് യൂണിയൻ ചരിത്രമായി മാറിയപ്പോൾ ശീതയുദ്ധകാല നീക്കങ്ങളുമായി യുഎസിന്റെ എതിർവശത്ത് ഇപ്പോഴുള്ളത് ചൈനയാണ്. സാങ്കേതിക വിദ്യയിലും വ്യവസായ രംഗത്തും ലോകത്തിന് മുന്നിൽ ചൈനയെ മുഖ്യ ശത്രുവായാണ് അമേരിക്ക അവതരിപ്പിക്കുന്നത്. സാമ്പത്തിക ശക്തികളായ രണ്ട് രാജ്യങ്ങളും പോരാട്ടത്തിന് പ്രധാനമായും വേദിയാക്കുന്നതാകട്ടെ പുതിയ കാലഘട്ടത്തിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്താണ്. ചൈനയുടെ AI വളർച്ചയ്ക്ക് തടയിടുക എന്ന ലക്ഷ്യത്തോടെ NVIDIAയുടെ AI ചിപ്പുകൾ ഉൾപ്പെടെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് US നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാങ്കേതിക വിദ്യകൾ ചൈന അവരുടെ സൈനിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ അത് തങ്ങൾക്ക് ഭീഷണിയാകുമെന്നാണ് യുഎസിന്റെ ആശങ്ക. എന്നാൽ US ഉയർത്തുന്ന തടസ്സങ്ങൾക്കിടയിലും ഡീപ് സീക്ക് പോലുള്ള AI മോഡലുകളുമായി വൻ മുന്നേറ്റം നടത്തി വരുന്ന ചൈന മറ്റു രാജ്യങ്ങളുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലുമാണ്. ആ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവയ്പ്പാണ് ചൈനയുടെ വ്യവസായ നഗരമായ ഷാങ്ഹായ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മേളനം. കഴിഞ്ഞ ആഴ്ച ആരംഭിച്ച ആഗോള സമ്മേളനത്തിൽ AI രംഗത്തെ ചില ലക്ഷ്യങ്ങൾ ചൈന മുന്നോട്ട് വച്ചു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് യുഎസിന് പകരം സ്വന്തം നേതൃത്വത്തിൽ ആഗോള സഖ്യമാണ് ചൈനയുടെ പ്രധാന ലക്ഷ്യം. അതിനായി അന്താരാഷ്ട്ര തലത്തിൽ ഒരു സംഘടന വേണമെന്ന ആവശ്യവും ചൈന കോൺഫറൻസിൽ അവതരിപ്പിച്ചു. US വെല്ലുവിളികൾ മറികടക്കാനും സ്വന്തം മേധാവിത്വം സ്ഥാപിക്കാനും ചൈന ലക്ഷ്യമിടുന്ന സംഘടനയുടെ ആസ്ഥാനം ഷാങ്ഹായ് ആയിരിക്കും. ജർമ്മനി, റഷ്യ, ദക്ഷിണ കൊറിയ, ദക്ഷിണാഫ്രിക്ക, ഖത്തർ തുടങ്ങി 30 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത ഷാങ്ഹായ് ലോക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മേളനത്തിലാണ് ചൈന വിദേശകാര്യ സഹമന്ത്രി മാക് ഷാക്സോ ഭാവി പരിപാടികൾ അവതരിപ്പിച്ചത്. അതിവേഗം വളർന്നുകൊണ്ടിരിക്കുന്ന AI സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റങ്ങൾ ഈ സംഘടനയിലൂടെ പങ്കുവയ്ക്കുമെന്ന് ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യുവാങ്ങും വ്യക്തമാക്കി. AI സാങ്കേതിക വിദ്യയെ നിയന്ത്രിക്കാനുള്ള ആഗോള ശ്രമങ്ങളെ ഏകോപിപ്പിക്കാനും സംഘടനയിലൂടെ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. AI തുറന്ന രീതിയിൽ പങ്കിടണമെന്നും എല്ലാ രാജ്യങ്ങൾക്കും കമ്പനികൾക്കും അത് ഉപയോഗിക്കാൻ തുല്യ അവകാശങ്ങളും ഉണ്ടായിരിക്കണമെന്ന വാഗ്ദാനവും ചൈന മുന്നോട്ട് വച്ചു. ഏതാനും ശക്തരായ രാജ്യങ്ങൾക്കും കോർപ്പറേഷനുകൾക്കും AI സാങ്കേതിക വിദ്യയുടെ കുത്തകാവകാശം ലഭിക്കുന്നത് തടയണമെന്നുള്ള മുന്നറിയിപ്പും ചൈന കോൺഫറൻസിൽ പങ്കുവച്ചു. അതേസമയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് യുഎസിന്റെ മേധാവിത്വം ശക്തമാക്കാൻ US കമ്പനികൾക്ക് എല്ലാവിധ സ്വാതന്ത്ര്യവും നൽകുന്ന സമീപനമാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റേത്. AI അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഉൽപ്പന്നങ്ങളുടെ തടസ്സമില്ലാത്ത കയറ്റുമതി സുഗമമാക്കാനും AI കമ്പനികൾക്കുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ഇതിലൂടെ AI രംഗത്ത് ചൈനയുടെ മുന്നേറ്റങ്ങൾ തടയുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം. അമേരിക്കയ്ക്ക് അതേ നാണയത്തിൽ തിരിച്ചടി നൽകുന്നതിനാണ് പുതിയ സംഘടനയിലൂടെ ചൈന ശ്രമിക്കുന്നത്. മാത്രവുമല്ല, സാങ്കേതിക വിദ്യയും അപൂർവ മൂലകങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും ചൈന അമേരിക്കയെ പ്രതിരോധിക്കുന്നുണ്ട്. ഇത്തവണത്തെ ഷാങ്ഹായ് ലോക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സമ്മേളനത്തിൽ 800-ലേറെ കമ്പനികളാണ് പങ്കെടുത്തത്. 3000-ഓളം അത്യാധുനിക സാങ്കേതിക വിദ്യാ ഉൽപ്പന്നങ്ങളും 40 ലാർജ് ലാംഗ്വേജ് മോഡലുകളും 50 AI അധിഷ്ഠിത ഉപകരണങ്ങളും പരിപാടിയിൽ പ്രദർശിപ്പിച്ചു. ചൈനീസ് കമ്പനികൾക്ക് പുറമെ ടെസ്ല, ആൽഫബൈറ്റ്, ആമസോൺ പോലുള്ള കമ്പനികളും പ്രദർശനത്തിൽ പങ്കെടുത്തു. റോബോട്ടിക് വിസ്മയ കാഴ്ചകൾ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് പ്രദർശന വേദി സന്ദർശിച്ചത്. മനുഷ്യ ശരീരത്തിന്റെ ആകൃതിയിലും ചലനത്തിലും മനുഷ്യരെ അനുകരിക്കുന്നതുമായ 150-ലേറെ ഹ്യൂമനോയിഡ് റോബോട്ടുകളും പ്രദർശിപ്പിക്കപ്പെട്ടു. നിരവധി കഴിവുകളുള്ള R1 എന്ന ഹ്യൂമനോയിഡ് റോബോട്ടിനെ വാണിജ്യാടിസ്ഥാനത്തിൽ പുറത്തിറക്കുമെന്ന് ചൈനയിലെ ഹാങ്ഷു ആസ്ഥാനമായുള്ള യൂണിട്രി കമ്പനി കോൺഫറൻസിൽ പ്രഖ്യാപിച്ചു. $6000 R1ന്റെ ചെലവ്. തലകുത്തി മറിയാനും മുഷ്ടി ചുരുട്ടി ഇടിക്കാനും ഓടാനും R1ന് കഴിയും. ഇത് ശതകോടീശ്വരൻ ഇലോൺ മസ്കിന്റെ ടെസ്ല അവതരിപ്പിച്ച ഹ്യൂമനോയിഡുകൾക്ക് വെല്ലുവിളിയാകുമെന്ന് കരുതുന്നു.
യൂണിറ്ററി കമ്പനി പുറത്തുവിട്ട R1-ന്റെ വീഡിയോ ഇതിനകം വൈറലായി. R1 വിജയിച്ചാൽ AI ലോകത്ത് വിപ്ലവകരമായ മുന്നേറ്റമാകുമെന്നാണ് വിലയിരുത്തൽ. യൂണിറ്ററിയുടെ G1 ഹ്യൂമനോയിഡുകൾ ഗവേഷണശാലകളിലും സ്കൂളുകളിലും ഉപയോഗിച്ചതിന് പിന്നാലെ പ്രശസ്തി നേടിയിരുന്നു. അമേരിക്ക തങ്ങളുടെ സഖ്യകക്ഷികൾക്ക് AI കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനിടെയാണ് മറ്റു രാജ്യങ്ങളെ ചേർത്ത് സംഘടന രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം ചൈന നടത്തിയിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് US-ഉം ചൈനയും തമ്മിലുണ്ടാകാൻ പോകുന്നത് കടുത്ത മത്സരത്തിന്റെ നാളുകളായിരിക്കുമെന്നതിന്റെ സൂചനയാണ് AI രംഗത്തെ ആഗോള സംഘടന എന്ന് സാങ്കേതിക വിദഗ്ധർ വിലയിരുത്തുന്നു.